ശാന്തമ്മോ, വല്ല കോളും അടിച്ചോ നായരെ? കോലോ തിപ്പളാ ഒരാളനൊക്കെ ഉണ്ടായേ. തമ്പുരാനാകെ മാറി. ഇത്രയും സന്തോഷത്തോടെ തമ്പുരാനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ പഴയ ഒരു ചങ്ങാതിയുടെ മോൻ വന്നിരിക്കണോ? ഓ സമാധാനായി. തമ്പുരാന് മിണ്ടാനും പറയാനും ഒരാളായല്ലോ. എന്നും തനിച്ചിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്ന തമ്പുരാനായാലും കഷ്ടമല്ലേ നായര്? ഇത്രയും വലിയ ആള് എന്തിന്റെ കുറവുണ്ടായിട്ടാ? എല്ലാം ഭഗവതിയുടെ നിശ്ചയം അല്ലാണ്ട് എന്തു പറയാനാ. ആ ശതമോ, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുതെന്ന് പ്രത്യേകം പറഞ്ഞു. അറിയാലോ. വിശ്വാസമാവുന്നില്ലല്ലോ എന്റെ പൊന്നു മുത്തപ്പ. എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുത്ത് ഒക്കെ നേരാച്ചാ. കാരോരെ കേളേട്ടൻ പറയണേ നേരാ. ഓന്റെ അതേ രൂപവനും അതേ കണ്ണും മൂക്കും, നീണ്ട മുടി വരെ കണ്ണന്റേതാ. കണ്ണിലെ ആ സൂര്യത്തിളക്കം അതേപോലെ, ആ തടിയും ഉയരവും കണ്ണനെ മുറിച്ചു വെച്ച മാതിരിയാ. അതാ ചിരികണ്ട. നീ കണ്ടില്ലേടാ പോലെ? കണ്ടു കേട്ടാ. എന്റെ മോൻ വന്നെന്നാ തോന്നിപ്പോയി. ഓടിപ്പോയപ്പോ ഒക്കെ ഓരോ തോന്നലാന്നാ തോന്നി. പറഞ്ഞു വരുമ്പോ ഓനാന്ന് ആർക്കും തോന്നിപ്പോ. അല്ല ഓനെങ്ങനെ ഇവനാവാ? കൊല്ലിരുപത്തഞ്ചാ പോയേ ഓനെ. ഓനെ കൊന്നാളും കൊന്നു തീർത്ത് പറയുന്നത് എങ്ങനാ? കണ്ണനെ കൊന്നോരെ കൊല്ലിച്ചോരെ അറിയില്ല, ഒന്നും അറിയില്ല. കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും ഓൻ പണ്ടേ വന്നിട്ടുണ്ടാവും. ഓന്റെ കാര്യം വിട്. ഓൻ കാരണം നമുക്ക് ഈ കഷ്ടകാലം ഉണ്ടായി. തെയ്യക്കാരും മണ്ണാമാരെന്നൊക്കെ പറഞ്ഞിട്ടെന്താ? നീ മിണ്ടണ്ട. എന്റെ കണ്ണൻ നിന്നെ പോലെ മരമണ്ടനായിരുന്നില്ല. പൂർവികന്മാരായിട്ട് കിട്ടിയ മരുന്നും മന്ത്രവും തോറ്റവും ദൈവവും ഒരിക്കൽ പറഞ്ഞു കൊടുത്ത എന്റെ കണ്ണന് കല്ലി കൊത്തിയ മാതിരിയാ. ഈ പ്രായത്തിൽ ചെയ്ത് തീർക്കാനാവാത്തതാ. മോനാ പ്രായത്തിൽ ചെയ്ത് കടന്നു പോയേ. ഒക്കെ മറക്കാൻ നോക്കുമ്പോ ഓനെ പോലൊരുത്തൻ. ഇതേതോ ഒരുത്തൻ വലിയ ജയന്മാരിന്നും കാരണവരെന്നൊക്കെ പറഞ്ഞിട്ടെന്താ? കൊറേ പുകഴ്ത്തിയില്ലേ ഓനെ. ഓന്റെ പാട്ടിന് പോയപ്പോ എല്ലാം പോയില്ലേ? അതിനുശേഷം ഒരൊറ്റ വണ്ണാൻ ഈ നാട്ടിൽ തെയ്യം കെട്ടി നടക്കാൻ പറ്റിയോ? വലിയ വെള്ളാട്ടം. ഈ പൊടിക്കളത്തുനിന്ന് പുറത്തിറക്കാൻ പറ്റിയോ എന്നെ? വണ്ണാൻ രാമന് തെയ്യം അറിയില്ല, തോറ്റം അറിയില്ല. നേരാ പഠിച്ച മഹാന്മാരുണ്ടല്ലോ ഇത്രയും. തെയ്യം കെട്ടാൻ പറ്റിയില്ലെങ്കിൽ എന്ത് വണ്ണാന്മാര്, എന്ത് ജമ്മാരി. തെയ്യം പഠിക്കാത്തത് എന്റെ ഭാഗ്യത്തിനാ. എന്നെ പോലല്ലേ ഇപ്പൊ എല്ലാരും മീൻ പിടിക്ക വിക്ക. അപ്പൊ രാമൻ തന്നെയാ ശരി. കരയല്ലേ? വേണ്ട. കണ്ണനെ ഓർത്ത് അഭിമാനിക്കുക വേണ്ടേ? തിരുവണ്ടന കണ്ണൻ മോൻ മാത്ര. എനിക്ക് ഓൻ ആരാന്നറിയില്ല. പഠിച്ചതെല്ലാം പഠിപ്പിച്ചു കൊടുത്തപ്പോ ഞാൻ പഠിക്കാത്തത് പലതും പഠിച്ചത് ഓ നീന്താ. ഓം നമ ശിവായ. ഞാൻ അന്നേ പറഞ്ഞതാ കിണറ്റിന്റെ പഴകിയ പാലം മാറ്റണമെന്ന്. ശ്വാസമുണ്ട്, ബോധം തെളിയാത്ത പിടിയില്ലാത്ത. മോളെ മോളെ തമ്പായി, രണ്ടു കാലം പാലത്തുമ്മ വെച്ച് കയറി കാണും. എന്റെ മുത്തപ്പ, എന്റെ കുട്ടിയെ രക്ഷിക്കണേ. ആവുന്നതൊക്കെ ചെയ്തല്ലോ. പരീക്ഷിക്കല്ലേ എന്റെ മുത്തപ്പ. ഒക്കെ ചെയ്തു. ബോധം വരുന്നില്ലടാ.
എന്റെ ദൈവങ്ങളെ. തമ്പായി തമ്പായി ഇനി വീട്ടിലേക്ക് എടുത്തോ. പിടിക്ക്. കേളുവട്ടാ, ഓ. കുറച്ചു നേരം അങ്ങനെ അനങ്ങാതെ കിടക്കട്ടെ. ആ. പിന്നെ ബ്രഹ്മി 3-4 നേരം അരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ കൊടുത്തോ. കൊടുക്കാം. നല്ലതാ, ബോധം ശരിക്ക് തെളിഞ്ഞു കിട്ടും. മോനെ കണ്ണാ, ആ. ഡാ, ഞാൻ തോറ്റെടുത്ത എന്റെ കണ്ണൻ ഒന്ന് പറയാൻ വിടറോ? പഠിച്ച മരുന്ന് മറ്റൊരാളെ പഠിപ്പിച്ച പഠിച്ചതിന്റെ ഫലം പോവുന്ന. അതുകൊണ്ടാ എൻ്റെ മരുന്ന് ഇപ്പൊ പണ്ടത്തെ പോലെ ഫലിക്കാത്ത. എന്താ ചെയ്യാ? നേരാടാ, ഞാൻ കൊടുത്ത മരുന്നിന് ഓള് അപ്പോഴേ എണീക്കേണ്ടതാ. വല്യമ്മാവാ, പഠിച്ച മറ്റൊരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിച്ചൊക്കെ നിസ്സാരാന്ന് തോന്നും. അപ്പം നിസ്സാരായി തോന്നിയാൽ പഠിച്ചതിൽ പലതും ഓർമ്മ വരില്ല. പല മരുന്നുകൾ ഒന്നായി പുതിയൊന്നുണ്ടായി ഫലം തരുമ്പോൾ ചേർക്കേണ്ടത് മുഴുവൻ ചേർക്കാതെ എങ്ങനെയാ? വല്യമ്മാവിനെ പറ്റിയത് അതാ. വല്യമ്മ പറഞ്ഞു തന്നെ ഞാനും തമ്പായി കൊടുത്ത. എടാ എടാ ഞാനും 1-2 മരുന്ന് കുറച്ച് കൊടുത്തു. 1-2 തെക്കൂന്ന്, 3-4 പുഴയോരത്തൂന്ന്. എണ്ണത്തിന് 4 എണ്ണം മാത്രമേ ഒത്തു കൊടുത്തു. വല്യമ്മാവ 4? എണ്ണത്തിന് 5. 1, 2, 3 തെക്കുന്ന് വരണം. ഒന്നോർത്തേ. എടുക്കൻ എടുക്കന അങ്ങനെ വേണം.